അസ്സലാമു അലൈക്കും. സാബീട്ട വീഡിയോ പോയിട്ട് വരുന്ന നാടൻ മുട്ട വാങ്ങിയിട്ടുണ്ട്. പിന്നെ ചായക്കടികളായതല്ല, ചായേൻ്റെ പൊരികൾ ചായക്ക് വാങ്ങിയതാണ്. സമയം ഇപ്പം 4 മണി കഴിഞ്ഞ് 4:15 4:30 തോന്നുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും കാടമുട്ട വാങ്ങുക. കാടമുട്ട വാങ്ങിയിട്ട് പിന്നെ നല്ല കുഞ്ഞങ്ങൾക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കുക. വലിയോലും നമ്മൾ പാർക്കിലെല്ലാം പോയി ഉണ്ടാക്കുന്നില്ല, നല്ല മസാല ഇട്ടിട്ട് ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റാണ്. പിന്നെ ചായക്കടികൾ നിങ്ങളെല്ലാം വാങ്ങുക. ഓരോന്ന് പൊരിക്കുകയും പെണ്ണുങ്ങൾക്കെല്ലാം മടിയായിരിക്കും വൈകുന്നത്തെ ചായക്ക്. അതിനിങ്ങനെ വാങ്ങിക്കാം. ഇതിൽ കായ് പൊരിച്ചുണ്ട്, ബ്രെഡ് പൊരിച്ചുണ്ട്, കല്ലുമ്മക്കായ് പൊരിച്ചുണ്ട്, ബോണ്ട ഉണ്ട്. പിന്നെ എന്തെന്നേനും കാടമുട്ട ആദ്യം 10 ഉണ്ടായിരുന്നു, 30 ഉറുപ്പ്യക്ക്. ഇപ്പം 40 ഉറുപ്പ്യ ആക്കിയേരെ 8 ഉള്ളൂ. ഞാൻ ചോദിച്ചു പോലോട്, എല്ലാ മക്കളെ പൈസങ്ങളേറ്റിക്ക പ്രശ്നമില്ല. അല്ല, ഞാൻ ഇപ്പം മൂവേനു പൈസങ്ങളേറ്റിക്ക പ്രശ്നമില്ല. പിന്നെ ഇതിൻ്റെ സാധനം കുറച്ച് കളയുന്നേ. 10 മുട്ട ഉണ്ടേനു ആദ്യക്ക് 30 ഉറുപ്പ്യക്ക്. ഇപ്പം സാധനം കുറച്ച് കളഞ്ഞ് പൈസയും കൂട്ടിക്ക്. അതെടുത്ത പഠിപ്പാ, അത് പാടില്ലല്ലോ. ഇപ്പം ഇന്ന് ഞാൻ നോക്കുന്നേരം ഞാനിങ്ങനെ പീടിയക്കാരോടെല്ലാം പറഞ്ഞ് ഇപ്പം നോക്കുന്നതിൽ 9 എണ്ണം ഉണ്ട്, 40 ഉറുപ്പ്യ. അങ്ങനെ ആദ്യമൊക്കെ അങ്ങനെ അല്ലേനു. എല്ലാവരും പൈസ കൂട്ടുമ്പോൾ സാധനം കുറച്ച് കളി. എന്തിനാ പൈസ നിങ്ങൾ കൂട്ടിക്കോളി മക്കളെ, ഒരു പ്രശ്നമില്ല. പിന്നെ സാധനം കുറച്ച് കളഞ്ഞ എന്തിനാ നിങ്ങൾ? അതാണൊക്കെ സഹിക്കാൻ പറ്റാത്തത്. എന്തായാലും സാരമില്ല. വണ്ടിക്കാരൻ സ്കൂൾ കുട്ടികളാണ് ശരിക്കും, ഡ്രൈവറും കുട്ടികളും. അങ്ങനെതാ ഗേറ്റ് തുറക്കുന്ന. അയ്യോ, ഗേറ്റ് തുറന്ന് അടച്ച് എൻ്റെ വീട്ടിലെത്തി. സ്നേ പോയാ ഇല്ലാന്ന് തോന്നുന്നില്ല. രാജകുമാരി ഉണ്ട് ഇവിടെ, മോള് രാജകുമാരി. എന്നാ പിന്നെ ഗേറ്റ് ഗിൽസ് തുറക്കട്ടെ, കൂട്ടിയിട്ടാണ്ട. ഇത് തുറക്കട്ടെ, ചായ കാച്ചട്ടെ, കുടിക്കട്ടെ, മുട്ട പൊഴിങ്ങട്ടെ. ഓക്കെ, ബൈ.